പടം അടിപൊളി, ഗംഭീരം. ഒരു കോമഡി ത്രില്ലറാണ്. പിന്നെ അതിൽ ക്ലൈമാക്സ് ഒരു ട്വിസ്റ്റ് ഉണ്ട്. പിന്നെ BGM ഒക്കെ പക്ക അടിപൊളിയാണ്. അതെ അതെ, ഒരു അടിപൊളി ഒരു ഗെറ്റപ്പാണ് പടം ചെയ്തിരിക്കുന്നത്. ബേസിൽ ജോസഫ് ആണെങ്കിലും സൗബിൻ സാഗർ അടിപൊളി പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ ഡ്രസ്സൊക്കെ അതൊക്കെ സ്വന്തം ചെയ്താണ്. ഇഷ്ടപ്പെട്ടോ? എന്താ പറയാനുള്ള സിനിമയെ കുറിച്ച്? നല്ല പടമാണോ? പടമുണ്ട്. ബേസിൽ തെമ്മിത്തടി തന്നെ പറയാം. കാരണം ബേസിലിന്റെ ഒരു പെർഫോമൻസ് വല വെച്ച് നോക്കുമ്പോൾ സൂക്ഷ്മ ദർശനത്തിന് ശേഷം അടുത്തൊരു ഹിറ്റാണ് സിനിമയാണ്. ഇതൊരു ഡാർക്ക് മൂഡിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു വയലൻസ് ത്രില്ലിംഗ് എന്റർടൈൻമെന്റ് സിനിമയാണ്. സിനിമയ്ക്കുള്ളിൽ നല്ല രീതിയിലുള്ളൊരു എലമെന്റ്സ് എല്ലാവരും ഉണ്ട്. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആണ് സിനിമ. ഫൈറ്റ് ആണെങ്കിലും വയലൻസ് ആണെങ്കിലും നല്ല ചാന്ദ്രി ഗംഭീരോടെ അഭിനയിച്ച ചേരുവകളുണ്ട്. എല്ലാവിധ രസങ്ങൾ ചേരുവകളുണ്ട്. ഒരു 18 വയസ്സിന് മുകളിലുള്ള പേരുമായിട്ട് കാണാൻ പറ്റുന്ന ഹോട്ട് എലമെന്റ്സ് ഒക്കെ സിനിമയിലുണ്ട്. നമ്മുടെ സൗബിനാണെങ്കിലും പോകുമ്പോൾ അവിടെ ഒരു കോമഡി എലമെന്റ് ആണ്. നമ്മൾ സീരിയസ് ആയിട്ട് പെട്ടെന്ന് ചിരി വരും. അങ്ങനത്തെ പ്രസന്റേഷൻസ് ആണ്. മേക്കിംഗ് വൈസ് അടിപൊളിയാണ്. സൗബിന് എടുത്ത് പറയണം, സീരിയസ് ക്യാരക്ടറാണ്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഹാൻഡിക്യാപ്ഡ് ആയിട്ടൊരു ക്യാരക്ടറാണ്. ഏത് ടൈപ്പ് ജോണറാണ്? ജോണർ ഏതാണ്? ഇതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ആണ്, ജോണറിലാണ് വരുന്നത്. പക്ഷേ പ്ലസ് ഹ്യൂമർ ഉണ്ട്. ഭയങ്കര രസമാണ്, എൻഗേജിംഗ് ആയിട്ട് പോകുന്നത്. ഓക്കെ, എങ്ങനെയുണ്ട് പടം? ഏത് അടിപൊളിയാണ്. ഈ ഷാപ്പിന്റെ വൈബ് എങ്ങനെയുണ്ട് മൊത്തത്തിൽ? ഷാപ്പിന്റെ വൈബ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു ഷാപ്പ് സംബന്ധമായിട്ടുള്ള കഥയാണല്ലോ. ടോട്ടലി നല്ല അടിപൊളി ക്രൈം ത്രില്ലറാണ് പടം. നമുക്കൊരു സസ്പെൻസും ഉണ്ട്. എല്ലാം കൊണ്ടും നല്ല അടിപൊളി പടമാണ്. സൗബിൻ്റെ എടുത്തു പറയേണ്ട പെർഫോമൻസ് ഉണ്ട്. നല്ല സൂപ്പറാണ്. എല്ലാം കൊണ്ടും എല്ലാവരും നല്ല. ഏത് ടൈപ്പ്? നല്ലൊരു പോലീസുകാരനാണ്. ബേസിലിൻ്റെ അഭിനയം നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. പുള്ളി എപ്പോഴും ഒരു ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു ഡിഫറെൻ്റ് ഇതിലും കാണിച്ചിട്ടുണ്ട്. സൂപ്പറാണ്, നന്നായിട്ടുണ്ട്.